നേടി നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ അച്ഛനും അമ്മയും അടക്കമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ ഒരു മോശം കാലാവസ്ഥയായിട്ടാണ് നിങ്ങൾക്ക് നമ്മളെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പലതരത്തിലും വളരെയധികം വേദന നൽകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു വിഷമമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒന്നും ഉണ്ടാവാതെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ അയൽവാസികൾക്കൊക്കെ നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് അത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. നല്ലൊരു ജീവിതം നമുക്കത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യകത നമ്മളെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും അത് നെഞ്ചോട് ചേർത്ത് അത് പ്രതിജ്ഞയെടുക്കണം. കാരണം നമ്മൾ പഠനകാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. സാമൂഹികരും നമ്മുടെ അയൽപക്കത്തെ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ, അതെല്ലാം നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. കാരണം നമ്മൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ എന്നല്ലാതെ പൊതു കാര്യങ്ങളിൽ കൂടി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് മഴ പെയ്തു, ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളിൽ തീയാണ്. കാരണം ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ഏതൊക്കെ വീടുകളിൽ ഏതൊക്കെ നാടുകളിൽ വെള്ളം കയറി അവർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് വീട്ടിലേക്ക് പോലും ഞാൻ വിളിച്ചിട്ടില്ല, എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ഈ നാട്ടിലിറങ്ങുന്നു, അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നു, എന്തൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം എത്തിച്ചേരണം എന്നുള്ളൊരു ഉള്ളിൽ വിങ്ങലിൻ്റെ ഇടയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ജോലിയും അതുമായി ബന്ധപ്പെട്ട ജീവിതവുമായി മുന്നോട്ട് പോയാലും നമ്മുടെ പിറന്ന നാടിനെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കുടുംബത്തെയും നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കണം എന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ ലക്ഷ്യം വയ്ക്കണമെന്ന് മാത്രമാണ് ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അല്ലാതെ ഈ കാണുന്ന ഒരു ട്രോഫി നിങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ഇതായിട്ടല്ല. നിങ്ങൾക്ക് തരാനുള്ളൊരു സന്ദേശം ഇതാണ്: നാളുകളിൽ നിങ്ങൾ നല്ല മക്കളായിട്ട് ഈ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികളായി മാറണം. പുതിയ തലമുറയിൽ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ആ ദുശീലങ്ങൾക്കൊക്കെ അതിനും തലവെച്ച് കൊടുക്കരുത്, നല്ല മക്കളാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും ഈ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.